സംസ്ഥാന സ്കൂൾ കലോത്സവം കണ്ണൂർ കപ്പടിച്ചു. അതൊരു ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ച് കണ്ണൂരിനെ ബ്ലഡി കണ്ണൂർ എന്ന് വിളിക്കുമ്പോൾ ബ്ലഡി കണ്ണൂരല്ല, സ്വീറ്റ് കണ്ണൂരാണ് എന്ന് പറയാൻ അവിടുത്തെ കുട്ടികൾ കാരണമായി എന്നുള്ളതാണ്, അവിടുത്തെ പുതിയ തലമുറ കാരണമായി എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നിയ ഒരു മൊമെൻ്റാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ മനോഹരമായ പല കാര്യങ്ങളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഒരു ന്യൂസൊക്കെ കാണുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് തോന്നില്ലേ, റിയൽ ഹാപ്പിനെസ്. അതെനിക്ക് തോന്നി കണ്ണൂർ കപ്പടിച്ചു എന്ന് കേട്ടപ്പോൾ. അങ്ങനെ ആ സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് മമ്മൂക്കയുടെ പ്രസംഗം ഞാനിങ്ങനെ യൂട്യൂബിൽ കണ്ടു. കുറേ ചാനലുകൾ അത് മാത്രമായിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഈ സോഷ്യൽ മീഡിയ വിവാദങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാനിങ്ങനെ മമ്മൂക്കയുടെ ഒരു സ്പീച്ച് നല്ല രസമായിരിക്കുമല്ലോ എന്ന് വെച്ചിരുന്ന് കാണുകയാണ്. ആ സ്പീച്ച് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമുണ്ട്. അയ്യോ, ആ ഉദാഹരണം ഇവിടെ പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന്. ആ കാര്യം പിന്നീട് സോഷ്യൽ മീഡിയയിൽ വലിയ ഡിസ്കഷൻ ആവുന്നതും കണ്ടു. പക്ഷേ ആ കാര്യം മാത്രം ഡിസ്കഷൻ ആയാൽ പോരാ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ കൂടെ ഡിസ്കഷൻ ആവേണ്ട കാര്യങ്ങളും പിന്നെ മമ്മൂക്ക പറഞ്ഞതിൽ എനിക്കും കൂടി യോജിക്കാൻ പറ്റാതെ പോയ ആ കാര്യവും അതിൻ്റെ ചില കാര്യകാരണങ്ങളും ഒക്കെ ഒന്ന് വിശദീകരിക്കണമെന്ന് തോന്നുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. മമ്മൂക്ക ആ വേദിയിലേക്ക് എത്തിയത് വെള്ളമുണ്ടും വെള്ള ഷർട്ടും ഇട്ടിട്ടാണ്. അപ്പോൾ അതിന് തൊട്ടു മുമ്പ് ഒരു പ്രമുഖ മാധ്യമം അവിടുത്തെ കുട്ടികളോട് ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മമ്മൂക്ക ഏത് ഡ്രസ്സിൽ വരണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന്. അപ്പോൾ കൂടുതൽ കുട്ടികളും ആവശ്യപ്പെട്ട ആ കോസ്റ്റ്യൂമിലാണ് മമ്മൂക്ക വന്നത്. അത് അവരെയൊക്കെ കാണിച്ചു. അതൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ചിലപ്പോൾ അദ്ദേഹം അത് തന്നെയായിരിക്കും പ്ലാൻ ചെയ്ത് വന്നിട്ടുണ്ടാവുക. പക്ഷേ ഈ ഒരു വാർത്തയൊക്കെ കണക്ട് ചെയ്ത് പറയുമ്പോൾ കുട്ടികൾക്ക് അതൊരു സന്തോഷമുള്ള കാര്യമാണ്. ഒരു രസമുള്ള കാര്യം പറഞ്ഞു കഴിയുമ്പോഴേ പിന്നീട് അങ്ങോട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമാകുമെന്ന് പറയാം. ഒരു ഐസ് ബ്രേക്കിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു രീതിയിൽ എനിക്ക് ആ ഒരു പോയിന്റ് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഈ കുട്ടികളുടെ കലോത്സവത്തിന്, യുവജനോത്സവത്തിന് എന്നെ കൊണ്ടുവന്നത് ഞാനൊരു യുവാവാണ് എന്ന് മന്ത്രി വിചാരിച്ചതുകൊണ്ടാണെന്നാണ്. പക്ഷേ ഞാൻ യുവാവല്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ആ തമാശ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം, അതിനൊരു വലിയ പ്രാധാന്യമുണ്ട്. മമ്മൂക്കയുടെ ആ സ്പീച്ച് തുടങ്ങിയിട്ട് അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യണം എന്നെനിക്ക് തോന്നിയ കാര്യം. ശരിക്കും ആ ഒരു ഘടകം മാത്രം എടുത്തിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആ സ്പീച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് മറ്റേ വിഷയത്തിലേക്ക്, പുകവലി വിഷയത്തിലേക്ക് വരുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഏറ്റവും വാലിഡ് ആയിട്ടുള്ള പോയിന്റ്, അദ്ദേഹം ഒരുപാട് നേരം സംസാരിച്ച് കഴിഞ്ഞാൽ പുറത്തൊരു മഴ ഇങ്ങനെ ഉരുണ്ട് കൂടുന്നുണ്ട്. അപ്പോൾ അതിശക്തമായൊരു മഴ വന്നാൽ എല്ലാവരും കൂടി ഈ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി പന്തൽ കെട്ടിയിരിക്കുന്ന അകത്തേക്ക് ഇടിച്ചു കയറും. അതിനെ തുടർന്ന് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായാലോ എന്നൊരു ഭയം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. കുസാറ്റ് ക്യാമ്പസിൽ നടന്ന ഏറ്റവും ഗൗരവകരമായ, എത്രയും പെട്ടെന്ന് നടപടി എടുക്കേണ്ട ഒരു വിഷയം, അവിടെ പരിപാടി കാണാനെത്തിയ വിദ്യാർത്ഥികളടക്കം ആൾക്കൂട്ടത്തിൽ പെട്ടുപോയി മരിച്ചു പോകുന്നൊരവസ്ഥ, അത് വീണ്ടും ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹം അവിടെ ചെയ്യുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന് പറയുന്ന പരിപാടി കാണാൻ എത്ര പേര് പോയിട്ടുണ്ടാവും എന്നെനിക്കറിയില്ല. ഞാൻ ഒന്നിലധികം സംസ്ഥാന സ്കൂൾ കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. മത്സരിക്കാൻ പോകണമെന്നൊക്കെ കുട്ടിക്കാലത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. അപ്പോൾ ഈ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് അതിൻ്റെ സമാപന സമ്മേളനം എന്ന് പറയുന്നത് അതൊരു ഗ്രാൻഡ് പരിപാടിയാണ്. ആ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. സ്റ്റേജ് നിറച്ച ആൾക്കാരും, സ്റ്റേജിന് പുറത്ത് ആദ്യം മീഡിയക്കാരുടെ ഒരു വലിയ ലെയർ ഉണ്ടാവും. പിന്നെ ഈ സൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്ന കുറേ ആളുകളുണ്ടാവും, പോലീസുകാരുണ്ടാവും, അധ്യാപകരുണ്ടാവും, കുട്ടികളുണ്ടാവും, നാട്ടുകാരുണ്ടാവും, പിന്നെ സെലിബ്രിറ്റി ഗസ്റ്റ് ആണെങ്കിൽ ഉറപ്പായ അവരുടെ ഫാൻസ് ഉണ്ടാവും. അങ്ങനെ ഒരു വലിയ ഓഡിയൻസ് ആണ് അവിടെയുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴ എന്ന് പറയുന്നത് അത്യാവശ്യം ശക്തമായിട്ട് തന്നെയായിരുന്നു. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഇത്രയും തിരക്കുണ്ടാവുമ്പോൾ ഒരു മഴ ശക്തിയായി പെയ്താൽ ആളുകളൊക്കെ ഒരുമിച്ച് ഒരു ഉന്തും തള്ളും ഉണ്ടാവുകയും അതുമൂലം ആർക്കെങ്കിലും ഒരു ചെറിയ അപകടം പോലും ഉണ്ടാവുന്നത് ഒരു പേടിപ്പെടുത്തുന്ന കാര്യമായി അദ്ദേഹം മനസ്സിലാക്കുന്നു. ആ ഒരു ഇഷ്യൂ അദ്ദേഹം വീണ്ടും റേസ് ചെയ്തു എന്നുള്ളതാണ്. അവിടെ പോലീസുകാരുണ്ട്, സംഘാടകരുണ്ട്. കുസാറ്റിൽ ഈ പ്രശ്നം നടക്കുമ്പോൾ സംഘാടകരായി നിന്നത് വിദ്യാർത്ഥികളായിരുന്നു. പിന്നെ അവിടെ പോലീസ് എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളതും അത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ സമാപന സമ്മേളനം വെച്ച് നോക്കുമ്പോൾ എന്തായാലും കുറവായിരിക്കും. അപ്പോൾ ഈ സമാപന സമ്മേളനത്തിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ താരതമ്യേന കുറവായിരിക്കും. എങ്കിൽ പോലും നമ്മൾ അത്തരം ഒരു സാഹചര്യത്തിനെ നേരിടാൻ എത്രത്തോളം ഒരുങ്ങിയായിരുന്നു ഇങ്ങനൊരു പരിപാടി വീണ്ടും കേരളത്തിൽ നടക്കുന്നതെന്നൊന്ന് ചിന്തിക്കണമായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം മത്സരത്തിൽ സമ്മാനം കിട്ടാത്ത കുട്ടികൾക്ക് കൂടി ആശ്വാസം ഉണ്ടാകത്തക്ക രീതിയിൽ പറഞ്ഞത്, മത്സര പ്രകടനം എന്ന് പറയുന്നത് ഒരു കലാകാരൻ്റെ അല്ലെങ്കിൽ കലാകാരിയുടെ ഒരു പ്രകടനം മാത്രമാണ്. ആ ഒരു പ്രകടനം ശരിയായില്ല അല്ലെങ്കിൽ അതിന് നമ്മൾ ഉദ്ദേശിച്ച ഒരു മാർക്ക് കിട്ടിയില്ല, പെർഫോമൻസ് സെറ്റായില്ല എന്നുള്ളത് കലാജീവിതം തുടരാതിരിക്കാനുള്ളൊരു കാരണമല്ല. അത് ഒരു പ്രകടനം മാത്രമാണ്. ഇനി എത്രയോ പ്രകടനങ്ങൾ ഉണ്ടാവാനിരിക്കുന്നു, എത്രയോ പ്രകടനങ്ങളിലൂടെയാണ് നിങ്ങൾ കൂടുതൽ മികച്ച കലാകാരന്മാരാവേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അവിടുന്ന് അദ്ദേഹം പോകുന്ന പോയിന്റ്, ഈ കലാരൂപങ്ങൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനെ കണക്ട് ചെയ്താണ് അദ്ദേഹം പറയുന്നത്. ഈ കലാരൂപങ്ങൾ വളരെ മാതൃകാപരമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിതിൽ ശ്രദ്ധിച്ചൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ മൊത്തത്തിൽ ശ്രദ്ധിച്ചൊരു കാര്യം, അദ്ദേഹം ഒരല്പം ക്ഷീണിതനായിരുന്നു എന്നുള്ളതും അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ, മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ ഇതിനു മുമ്പുള്ള സ്പീച്ചിലൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ കൃത്യമായി പ്ലേസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ വളരെ
സ്പഷ്ടമായിട്ട് പറയുന്ന ആ ഒരു രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ അദ്ദേഹം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാക്കുകൾ മാറിപ്പോകുന്നതും സംസാരത്തിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻ തന്നെ ടോട്ടലി മാറിപ്പോകുന്നതും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഈ കലാരൂപങ്ങൾ അദ്ദേഹം ഉദ്ദേശിച്ചത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നമുക്ക് ഒരുപാട് മത്സര ഇനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് വളരെ മാതൃകാപരമായ രീതിയിലാണ്. നമുക്ക് ക്ഷേത്രകലകളും മാപ്പിളപ്പാട്ടുകളും കോൽക്കളിയും എല്ലാം ഉണ്ട്. എല്ലാ നാനാ മതവിഭാഗത്തിൽപ്പെടുന്ന പരിപാടികളും ഉണ്ട് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. വിവേചനങ്ങളില്ലാത്തൊരു കൂടിച്ചേരൽ എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുന്നത്. അവിടെ എനിക്ക് ഫീൽ ചെയ്തത് അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ മതത്തിൻ്റെ പേരിലുള്ള വിവേചനം, മാറ്റി നിർത്തലുകളില്ലാത്ത ഒരു കൂടിച്ചേരൽ എന്നാണ്. മറ്റ് സാമൂഹ്യ ഘടകങ്ങളെ അദ്ദേഹം അധികം പരിഗണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലിംഗഭേദങ്ങളെക്കുറിച്ചോ ജാതിഭേദങ്ങളെക്കുറിച്ചോ രാഷ്ട്രീയ ചിന്തകളെക്കുറിച്ചോ എന്നൊക്കെ പറയുന്നതിനേക്കാൾ മതത്തിൻ്റെ പേരിലുള്ള വിവേചനം എന്ന രീതിയിൽ മാത്രം അദ്ദേഹം അതിനെ കണ്ടിരുന്നു എന്നെനിക്ക് തോന്നി. ഉദാഹരണങ്ങൾ പറഞ്ഞപ്പോൾ ചെറുപ്പത്തിലെ തന്നെ കുട്ടികളുടെ ഉള്ളിൽ അനാവശ്യ ചിന്തകളും വേർതിരിവുകളും വിവേചന ചിന്തകളും ഒന്നും ഉണ്ടാക്കാതെ പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ കൂടെ നിൽക്കുന്നയാൾ സഹപാഠിയാണ്, സുഹൃത്താണ്, അതിനപ്പുറത്തേക്ക് വേറെ ചിന്തകളൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനൊരു വിവേചനം തൻ്റെ കാലത്തും തൻ്റെ പഠനകാലത്തും ഇല്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം സിഗരറ്റിൻ്റെ ഉദാഹരണത്തിലേക്ക് കടക്കുന്നത്. കോളേജിലെ ഗേറ്റിലേക്കൊക്കെ എത്തുമ്പോൾ ഒരു സിഗരറ്റ് കത്തിച്ചു കഴിഞ്ഞാൽ അതും കൊണ്ട് ക്ലാസ് മുറിയിൽ എത്തുമ്പോഴാണ് ഒരു പുകയെടുക്കാൻ തനിക്ക് പറ്റുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഗേറ്റിൻ്റെ അവിടെ നിന്ന് കത്തിക്കുമ്പോൾ പരിചയമുള്ള ഒരാൾ ചോദിക്കും, ഒരു പുകയെടുക്കും. അത് കഴിയുമ്പോൾ അടുത്ത ആൾ ചോദിക്കും, ഒരു പുകയെടുക്കും. ഇങ്ങനെ പുകയെടുത്ത് ക്ലാസ് മുറിയിൽ ചെല്ലുമ്പോഴാണ് ഒരു പുകയെടുക്കാൻ പറ്റുന്നത്. പക്ഷേ അതുവരെ ആരൊക്കെ ഈ സിഗരറ്റ് വലിച്ചിരുന്നു എന്നുള്ളത് ചിന്തിച്ചിട്ടേ ഇല്ലെന്നാണ്. അത് അദ്ദേഹത്തിന് അറിയില്ല. ഈ ഒരു പോയിന്റ്, ഈ ഒരു സിംഗിൾ സെൻറ്റൻസ് ഇത് കഴിയുമ്പോൾ നമുക്കൊന്ന് സ്റ്റക്കാവുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ ഫുൾ വീഡിയോ അവൈലബിൾ ആയിട്ടുള്ള ന്യൂസ് ചാനൽസിൻ്റെ ഒക്കെ പേജുകളിൽ കിടപ്പുണ്ട്. അവിടെ ഈ ഒരൊറ്റ പോയിന്റിൽ നോക്കുക, അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്, ഞാനിത് പറയണോ, ഞാൻ പറഞ്ഞത് ശരിയാവുന്നുണ്ടോ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. അദ്ദേഹത്തിന് അതിലെന്തോ റോങ് അടിച്ചിട്ടുണ്ട്. വിവേചനങ്ങൾ വേണമെങ്കിൽ തോന്നാവുന്ന ചില ആളുകൾ അക്കൂട്ടത്തിലുണ്ടാവും, ഏത് സിഗരറ്റ് വലിച്ച ആൾക്കാരുടെ കൂട്ടത്തിലുണ്ടാവും. അന്നത് ബാധിച്ചിട്ടില്ല, ഇന്നും വിദ്യാർത്ഥികൾക്ക് അത് ബാധിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ സെൻറ്റൻസിൽ തന്നെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേണമെങ്കിൽ വിവേചനങ്ങൾ തോന്നാവുന്ന ആളുകൾ അക്കൂട്ടത്തിലുണ്ടാകും, വേണമെങ്കിൽ, ആർക്ക് വേണമെങ്കിൽ, എന്തിൻ്റെ പേരിൽ വിവേചനം, അപ്പോൾ അവരാരൊക്കെയാണ്, എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരും ഉണ്ട് എന്ന് പറയുന്ന കൃത്യമായ ധാരണയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മുകേഷ് കഥകളിൽ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ MLA കൂടിയായ നടൻ മുകേഷ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ, എൻ്റെ ഒന്നും കുട്ടിക്കാലത്ത് ജാതി ചിന്തകളില്ലായിരുന്നു എന്നൊക്കെയാണ്. പക്ഷേ ജാതി കൂട്ടമായി വരുന്ന കുറേ ആളുകളുടെ ഇടയിൽ നിന്ന് തല്ല് കിട്ടാതെ രക്ഷപ്പെട്ടു വന്ന കൂട്ടുകാരൻ ജാതി മാറ്റി പറഞ്ഞാണ് രക്ഷപ്പെട്ടതെന്ന് പറയുന്നു. ആൻഡ് അദ്ദേഹത്തിൻ്റെ തന്നെ ജാതി ഇന്നതാണ് എന്ന് പറഞ്ഞ് കൂടുതൽ ആനുകൂല്യം നേടാൻ ശ്രമിക്കുന്നതും ഒക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പുള്ളി പറയുന്നത് അന്ന് ജാതി ഇല്ലായിരുന്നു എന്ന്. വിവേചനങ്ങൾ ആളുകളുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല എന്ന് പുറത്ത് പറഞ്ഞ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഇത് ഉള്ളിൽ കിടപ്പുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൃഷ്ണകുമാർ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഓർമ്മ. അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തതാണ്. ആ വിവാദങ്ങൾക്കൊക്കെ ശേഷം അദ്ദേഹവും മകളും കൂടി ഒരു റീലിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഇന്നത്തെ തലമുറയും മമ്മൂക്ക പറഞ്ഞ പോലെ വിവേചനങ്ങളിൽ നിന്ന് വിമുക്തമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പൂർണ്ണമായും വിമുക്തമല്ല. പിന്നെ കൊല്ലത്തെ സംഘാടകരുടെ മികവ്, നാട്ടുകാരുടെ സ്നേഹം, അവിടുത്തെ ഭക്ഷണത്തിൻ്റെ മഹത്വം, അതൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഇതിൽ പ്രശ്നകരമായി എനിക്ക് ഫീൽ ചെയ്തത്, മമ്മൂക്ക അദ്ദേഹത്തിൻ്റെ കോളേജ് കാലഘട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം സിഗരറ്റ് വലി വളരെയധികം എൻജോയ് ചെയ്തിരുന്ന ഒരാളായിരുന്നു. സിഗരറ്റ് വലി അവസാനിപ്പിച്ചത് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യത്തിനെ മാറ്റി നിർത്തിയതായി അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഒരു 10-15 വർഷം മുമ്പ് ഞാൻ സിഗരറ്റ് വലി നിർത്തിയെന്ന് 3-4 വർഷം മുമ്പ് കൈരളി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട ശീലങ്ങളിൽ ഒന്ന്. സോ ജീവിതത്തിൽ അദ്ദേഹം മാതൃകാപരമായ ഒരു തീരുമാനമെടുത്തിട്ടുള്ള ആളാണ്. തൻ്റെ ആരോഗ്യത്തിന്, ശരീരത്തിന് പുകവലി എന്തുമാത്രം ദോഷമുള്ളതാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അദ്ദേഹം പണ്ട് സിഗരറ്റ് വലിച്ചിരുന്നു. ആ ഒരു കാലഘട്ടത്തിലെ ഒരു ഓർമ്മ ഓർത്തെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നൊരു ഉദാഹരണമായിട്ടാണ് അദ്ദേഹം ആ ഒരു കാര്യം പറഞ്ഞത്. അതിൻ്റെ പിന്നിലെ കാരണമാണ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞത്. ഞാൻ ലുക്കിൽ മാത്രമാണ് യുവാവ്, വയസ്സായി എന്നൊക്കെ മമ്മൂക്ക തുടക്കത്തിൽ പറഞ്ഞിട്ടില്ലേ. ഈ ഒരു പ്രസംഗത്തിന് വേണ്ടി സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് മമ്മൂക്കയായിട്ട് ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ടാകും. ആ സംസാരിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അവരെല്ലാവരും ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ പ്രായത്തിനോട് ചേർന്ന് നിൽക്കുന്ന, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രായത്തിൽ നിന്നുകൊണ്ട് പുള്ളി നൊസ്റ്റാൾജിയൊക്കെ പറയുന്ന സമയത്ത് ഞങ്ങളുടെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു എന്ന് പറയാവുന്ന ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുമായിട്ടാണ് ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നേരം ആ സ്റ്റേജിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, സംഭവം യുവജനോത്സവം എന്നാണ് പറയുന്നതെങ്കിലും സ്റ്റേജിലുള്ള ആളുകളുടെയൊക്കെ ഒരു പ്രായവും കാര്യങ്ങളും, പിന്നെ മുകേഷ് ഏട്ടൻ വന്ന് സംസാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ആവുമ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നൊരു ലെയറുണ്ട്. നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന നമ്മുടെ ഏജിൽ, അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകളൊക്കെ പറഞ്ഞാൽ അതുപോലെ അക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു ഏജ് ഗ്രൂപ്പ് പോലെ അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഉദാഹരണം വന്നത്. ആ ഉദാഹരണം അപ്പോൾ പറയണ്ടായിരുന്നു എന്നുള്ളത് മമ്മൂക്കയ്ക്ക് തന്നെ തോന്നിയിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻ ചേഞ്ച് ആയപ്പോൾ എനിക്കും തോന്നിയത്. കാരണം അത് കൊച്ചു കുട്ടികളൊക്കെ ഇരിക്കുന്ന ഒരു സദസ്സിൽ പറയാവുന്ന പ്രസംഗമല്ല, അല്ലെങ്കിൽ ഉദാഹരണമല്ല.
അദ്ദേഹത്തിന് അത് നൊസ്റ്റാൾജിയാണ്. അതിനകത്ത് തെറ്റായിട്ടൊരു കാര്യമില്ല. നമ്മൾ മുതിർന്ന കുറേ പേരിരിക്കുന്ന ഒരു സദസ്സിൽ അല്ലെങ്കിൽ ഒരു സിനിമ പ്രൊമോഷൻ്റെ ഒരു പ്രോഗ്രാമിൽ വന്നിരുന്നിട്ട് മമ്മൂക്ക ഇതേ കാര്യം പറയുകയാണെങ്കിൽ അതിന് വലിയ കുഴപ്പമില്ല. കാരണം അത് കേൾക്കുന്നത് ബഹുഭൂരിപക്ഷവും മുതിർന്ന ആളുകളായിരിക്കാം എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. പക്ഷേ ഇത് കുട്ടികൾക്ക് പ്രാധാന്യമുള്ള, കുട്ടികളുടെ കലാപ്രകടനങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു പരിപാടിയുടെ അവസാന ദിവസമാണ്. അവിടെ ഇങ്ങനെ പ്രസംഗിക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നവ്യ നായർ യുവജനോത്സവ വേദിയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അമ്പിളി ദേവി യുവജനോത്സവ വേദിയിലേക്ക് വരുന്നു, പിന്നെ നിഖില വിമൽ അവിടെ വന്നിരുന്നു, ആശ ശരത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഈ കലോത്സവ വേദികളിലേക്ക് വരുമ്പോൾ എല്ലാവരും എല്ലാ മാധ്യമപ്രവർത്തകരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങളുടെ കലോത്സവ ഓർമ്മകൾ പങ്കുവയ്ക്കൂ എന്നുള്ളതാണ്. അതായത് ഇത്തരമൊരു പരിപാടിയിൽ ഇതൊരു മാമാങ്കമാണ്. കലാമാമാങ്കം എന്നൊക്കെ ചുമ്മാ മീഡിയ ഒരു വാക്കുണ്ടാക്കി തള്ളുന്നതല്ല. ലിറ്ററലി അതൊരു വൻ ആഘോഷമാണ്. കുറേ ദിവസങ്ങൾ അവിടെ വരാൻ വേണ്ടി കുട്ടികൾ എടുക്കുന്നൊരു എഫേർട്ടുണ്ട്. ആ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരെത്തുന്നൊരു മാനസികമായിട്ടുള്ള ഉല്ലാസമുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ കടന്നു പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് ആ ദിവസങ്ങളിൽ സംഭവിക്കുന്ന ഒന്നും അവർ മറക്കില്ല. അതിൻ്റെ സമാപന സമ്മേളനം എന്ന് പറയുന്നത് ആർക്കൊക്കെ സമ്മാനം കിട്ടി, എത്ര പോയിൻ്റ് കിട്ടി, ഇനി കപ്പടിച്ച ജില്ലയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു ആവേശത്തിലൊക്കെ ആയിരിക്കും ഇരിക്കുക. അപ്പോൾ അവിടെ ഓരോ സ്റ്റേജിലും ഓരോ ആളുകളും പറയുന്ന ഈ അവാർഡ് പ്രസംഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുന്ന ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെ പലരുടെയും പ്രസംഗങ്ങൾ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെയൊക്കെ പ്രസംഗങ്ങൾ, ഇതൊന്നും നമ്മളാരും ശ്രദ്ധിക്കാറ് പോലും ഉണ്ടാവില്ല. പക്ഷേ ഈ താരങ്ങൾ വന്നു നിന്ന് പ്രസംഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് അവർ ഒരു ജീവിതാനുഭവം, ഒരു കഥ പറയുമ്പോൾ അത് വളരെയധികം ശ്രദ്ധയോടുകൂടി എല്ലാവരും കേൾക്കും. പ്രത്യേകിച്ച് മമ്മൂക്കയെ പോലൊരാൾ അദ്ദേഹത്തിൻ്റെ പഴയ ഒരു ഓർമ്മ പറയുന്നു എന്ന് തോന്നുമ്പോഴേക്കും കുട്ടികൾ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങും. അങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുകയും ഒരുപാട് വർഷത്തോളം, ചിലപ്പോൾ ജീവിതാവസാനം വരെ മറക്കാത്ത ഒരു ഓർമ്മയായി കിടക്കാൻ പോകുന്ന ഒരു സ്ഥലത്താണ് മമ്മൂക്ക ഇങ്ങനൊരു എക്സാമ്പിൾ പറയുന്നത്. അതായത് കോളേജ് കയറുമ്പോൾ ഒരു സിഗരറ്റ് വലിച്ച് കൂട്ടുകാർക്കൊപ്പം ഷെയർ ചെയ്ത് ഇങ്ങനെ പോവുക എന്ന് പറയുന്ന സുന്ദരസുരഭിലമായ ഒരു കാലം പോലെയാണ് അദ്ദേഹം അതിനെ പറയുന്നത്. അതാണ് അടുത്ത പോയിന്റ്. വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു കാര്യം എന്ന രീതിയിൽ, ഇമോഷണൽ കണക്റ്റ് ഉണ്ടാവുന്ന രീതിയിൽ, പിന്നെ ഇത് മമ്മൂക്ക പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതിനൊരു ഹീറോയിക് ഒരു പരിവേഷമുണ്ട്. ആ രീതിയിൽ ഈ കഥ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ഞങ്ങളുടെയൊക്കെ കോളേജ് കാലഘട്ടത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷം എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹം ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ അതിനൊരു സുന്ദരമായ നിമിഷത്തിൻ്റെ ഫീൽ ഉണ്ടാവും. കോളേജ് ഗേറ്റിനടുത്ത് വെച്ച് സിഗരറ്റ് കത്തിക്കുന്ന ഒരാൾ, അയാൾ നടന്നു പോകുന്നു, അയാളുടെ സുഹൃത്തുക്കളൊക്കെ ആ സിഗരറ്റ് വാങ്ങി വലിച്ചുകൊണ്ടേയിരിക്കുന്നു, ക്ലാസ് മുറിയിലെത്തുമ്പോൾ മാത്രം തീരാറായ ഒരു കുറ്റി അയാളുടെ കയ്യിലിരിക്കുന്നു എന്ന് പറയുന്ന രീതിയിലുള്ളൊരു ഇമേജ് ബിൽഡ് ചെയ്യുന്ന രീതിയിലാണ്, അതിനോടൊരു സ്നേഹമുള്ള രീതിയിലാണ്, ആ കാലഘട്ടത്തിനെയും ആ പ്രവൃത്തിയൊക്കെ സ്നേഹിക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കേട്ടിരിക്കുന്ന കുട്ടികൾ അത് കൺസീവ് ചെയ്യുന്നത് അങ്ങനെയാണ്. ആ ഒരു വേദിയിൽ വെച്ച് നമുക്ക് അത് പറയരുതായിരുന്നു എന്നെനിക്ക് ഫീൽ ചെയ്യുന്ന കാരണങ്ങൾ ഇതൊക്കെയാണ്. പക്ഷേ ഇതിനെ ഒരു വലിയ വിവാദമാക്കി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമുക്ക് ഒന്നും റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് മമ്മൂക്കയെ സംബന്ധിച്ച് അദ്ദേഹം ഒരുപാട് ക്യാമ്പയിൻസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. കുട്ടികളുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യത്തക്ക രീതിയിൽ നല്ല കഥകളുമായിട്ട് പുകവലിക്കെതിരെയുള്ള ക്യാമ്പയിനുകൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം അത് വളരെ സ്ട്രോങ് ആയി കുട്ടികളിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുന്നു. അദ്ദേഹം ഇതിനു മുമ്പ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് അദ്ദേഹം തന്നെ പിന്നീട് മാപ്പ് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സിറ്റുവേഷനിൽ ഇവിടെ മാപ്പ് പറഞ്ഞൊരു പോസ്റ്റ് ഇടൽ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഹെൽപ്ഫുൾ അങ്ങനെയുള്ള ക്യാമ്പയിനുകളായിരിക്കും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം അത്തരം ക്യാമ്പയിനുകളുടെ ഭാഗമായിട്ടുണ്ട്. ഇനിയും ഭാവിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവട്ടെ, അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ അത് സംസാരിക്കട്ടെ എന്നുള്ളതിൽ കവിഞ്ഞ് ചില പോസ്റ്റുകളിലെങ്കിലും അതിര് കടന്നൊരു ആക്രമണം എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്ന പോലത്തെ ചില കാര്യങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒഴിവാക്കബിളാണ് എന്നാണ് തോന്നുന്നത്. എന്താണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.